ഹായ് പ്രിൻസ് ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വയനാട് ട്രിപ്പ് ഈസി ആയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് വയനാട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ കുറേ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കണ്ടന്റ് ആയിരുന്നു കേട്ടോ ഇത്. ആക്ച്വലി നമുക്ക് വയനാട് എന്ന് പറയുന്ന ഒരു പ്ലേസ്, അങ്ങനെ ഒരു പേരിലൊരു സ്പോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് പലർക്കും അറിയില്ല. ആക്ച്വലി വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു നെയിം മാത്രമാണ്, ഒരു പേര് മാത്രമാണ്. 3 മെയിൻ ടൗണുകൾ ചേരുന്നതാണ് വയനാട്: സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ. ഈ 3 മെയിൻ ടൗണുകൾ ചേരുന്നതാണ് വയനാട് എന്ന് പറയുന്ന ലൊക്കേഷൻ. നമുക്ക് ആദ്യമായിട്ട് വയനാട്ടിലേക്കുള്ള കണക്ടിവിറ്റി ഒന്ന് നോക്കാം. 4 റൂട്ടുകളിൽ കൂടി, അതായത് 4 ചുരങ്ങളിൽ കൂടി നമുക്ക് വയനാട്ടിലേക്ക് വരാൻ പറ്റും. താമരശ്ശേരി ചുരം, കുറ്റ്യാടി ചുരം, നാടുകാണി ചുരം, അതേപോലെ തന്നെ പാൽച്ചുരം. ഈ 4 ചുരങ്ങൾ കയറിയിട്ട് നമുക്ക് വയനാട്ടിലേക്ക് വരാൻ പറ്റും. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യണതെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ കാലിക്കറ്റ് വഴി വരുന്ന ആളുകളാണെങ്കിൽ താമരശ്ശേരി ചുരം കയറിയിട്ട് വൈത്തിരിയിലാണ് നമ്മൾ എത്തുക. അതേപോലെ തന്നെ കാലിക്കറ്റിൽ നിന്ന് തന്നെ വരുന്ന ആൾക്കാർക്ക് കുറ്റ്യാടി ചുരം കയറിയിട്ടും വരാം. കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാർക്കും ആ ഒരു ചുരം യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കാസർഗോഡ്, കണ്ണൂരിൽ നിന്നുള്ള ആളുകൾ വരികയാണെങ്കിൽ അവർക്ക് ഇരിട്ടി വഴി നമ്മുടെ പാൽച്ചുരം കയറിയിട്ട് മാനന്തവാടിയിലേക്കും എത്താൻ പറ്റും. പിന്നെ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂരുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നാടുകാണി ചുരം കയറിയിട്ട് മേപ്പാടി അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരിയിലേക്കും ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നോർമലി ബാംഗ്ലൂർ, മൈസൂർ എന്നുള്ള ആളുകളാണെങ്കിൽ അവർക്ക് സുൽത്താൻ ബത്തേരി അല്ലെങ്കിൽ മാനന്തവാടിയിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് വയനാട്ടിലേക്കുള്ള കണക്ടിവിറ്റി. ഇനി എങ്ങനെയാണ് ഇവിടുത്തെ സൈറ്റ് സീയിങ് സ്പോട്ടുകൾ പ്ലാൻ ചെയ്യാൻ പറ്റുകയെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ കാലിക്കറ്റ് വഴി വരുന്ന ആളുകളാണെങ്കിൽ ഫസ്റ്റ് തുഷാരഗിരി വാട്ടർഫോള്, ചുരം വ്യൂ പോയിന്റ്, ചെയിൻ ട്രീ, പൂക്കോട് ലേക്ക്, എന്നൂര് ട്രൈബൽ വില്ലേജ്, ഹണി മ്യൂസിയം, അതേപോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒരുപാട് പാർക്കുകളും റീസെൻ്റ്ലി ആ ഒരു ഏരിയയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ദെൻ നമുക്ക് വൈത്തിരിയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ബാണാസുര സാഗർ ഡാം, കർലാട് ലേക്ക് നമുക്ക് കാണാൻ പറ്റും. മീൻമുട്ടി വാട്ടർഫോളും അവിടെ തന്നെയാണ്. ഓക്കെ, ദെൻ നമ്മൾ ചുണ്ടയിൽ വരികയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് 900 കണ്ടി സൂചിപ്പാറ ഏരിയയും കൂടി കവർ ചെയ്യാൻ പറ്റും. ദെൻ അവിടെ നിന്ന് തന്നെ നമുക്ക് കാരാപ്പുഴ ഡാം, അതേപോലെ കാന്തൻപാറ വാട്ടർഫോളും ആ ഒരു റൂട്ടിൽ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻസ് ആണ്. ദെൻ നമ്മൾ മാനന്തവാടി സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് ബ്രഹ്മഗിരി ട്രെക്കിംഗ് ഉണ്ട്. ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് 1 ഡേ ആക്ടിവിറ്റി ആണ് നമ്മുടെ ബ്രഹ്മഗിരി ട്രെക്കിംഗ്. അതേപോലെ തന്നെ തിരുനെല്ലി ടെമ്പിൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. തിരുനെല്ലി ടെമ്പിളും മാനന്തവാടിയിലാണ്. കുറുവ ഐലൻഡ്, തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മാനന്തവാടി ഏരിയയിൽ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ബത്തേരി ഏരിയയിലാണെങ്കിൽ നമുക്ക് എടക്കൽ കേവ്, അതേപോലെ തന്നെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ജെയിൻ ടെമ്പിൾ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബത്തേരിയിലും കാണാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുള്ളത് മെയിൻ ടൗണുകളും അതേപോലെ തന്നെ മെയിൻ സൈറ്റ് സീയിങ് അട്രാക്ഷൻസും മാത്രമേ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ചെറിയ ചെറിയ സ്പോട്ടുകൾ നമുക്ക് വയനാട്ടിൽ കാണാൻ വേറെയുണ്ട്. ഇത്രയും സ്പോട്ടുകൾ ഞാനിപ്പോൾ പറഞ്ഞ മെയിൻ സ്പോട്ടുകൾ കവർ ചെയ്യാനായിട്ട് മിനിമം 3 nights 4 days എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്രയും സ്പോട്ടുകൾ വയനാട്ടിൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ നെക്സ്റ്റ് വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള അസിസ്റ്റൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് കംപ്ലീറ്റ് വയനാട് പാക്കേജ് വേണോ വിത്ത് വെഹിക്കിൾ, അതിനാണെങ്കിലും ബെസ്റ്റ് അടിപൊളി പാക്കേജസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അക്കോമഡേഷൻ മാത്രം മതി, ഹോം സ്റ്റേസോ അല്ലെങ്കിൽ പ്രൈവറ്റ് പൂൾ വില്ലാസോ അല്ലെങ്കിൽ നല്ല അടിപൊളി റിസോർട്ട്സോ ഒക്കെ വേണമെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബെസ്റ്റ് റേറ്റിൽ അടിപൊളി അക്കോമഡേഷൻസും അല്ലെങ്കിൽ വയനാട് പാക്കേജസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്